ഓ എത്ര ദിവസമായി ഒരു വീടെല്ലാം പണിന്നെടുക്കാൻ 25 ലക്ഷം പോയി. എന്തായാലും പോട്ടെ. 25 ലക്ഷം പോയിട്ട് ഇത്രയും വലിയൊരു വീട് കിട്ടിയില്ല. ആ വീട് പഴയ വീടായിരുന്നു, എന്നാലും ആ വീടിന് മറക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഒരു കൊല്ലം താമസിച്ച വീടാറ്റത്. നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഓക്കെ 837 ഓക്കെ 0 ഓട്ടോൻ്റെ നമ്പറാണ് ചോദിച്ചത്. ഓക്കെ നമ്മൾ ഓട്ടോ അടിച്ച് പോകുന്നത്. ഓട്ടോ ചേട്ടനും നമ്മളും അങ്ങനെ എത്തി. ഒരേ ഡ്രസ്സ്. ചില സമയം നമ്മൾ വാങ്ങുന്ന കടയിലേക്ക് ഇങ്ങനത്തെ നമ്മൾ കണ്ടായിരുന്നു 2 അതായിരുന്നു ഗൈസ്. ഓക്കെ നമ്മൾ വേഗം പോകുന്നുണ്ട്. ഓക്കെ ആ ചേട്ടാ, ഈ സ്കൂൾ അറിയില്ലേ, ഈ സിറ്റിത്തെ സ്കൂള്? ആ മോനെ എനിക്കറിയാം, അവിടേക്ക് താൻ പോവാം. ചേട്ടൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഒരിതുപോലെ? അത് മോനെ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ആ ചേട്ടൻ്റെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ പോയത് ഗൈസ്. ഞങ്ങൾ ഇപ്പുറത്താണ് ചേട്ടാ സ്കൂള്. ആ മോനെ എനിക്കറിയാം. ഓക്കെ നമ്മളെ ചേട്ടതാ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ എന്നാൽ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഓക്കെ സ്കൂള് ഇത്ര നേരമായി. 1 മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അവരെത്തിയല്ലോ. വാ മോനെ കയറി. ആ ചേട്ടാ ഞാൻ കയറിക്കോളാം ചേട്ടാ. ഓക്കെ ഞാൻ കയറാം. ഓക്കെ എന്നാൽ നമ്മൾ പോവുകയാണേ മോനെ. 1 മിനിറ്റ്. ഓക്കെ മോനെ നമുക്ക് പോവാം. ആ ചേട്ടാ നമുക്ക് പോവാം ചേട്ടാ. ഓക്കെ ഗൈസ്. അയ്യോ എന്താണ് ഏതോ ഒരു സംഭവം, ഇതൊരു കാറായിരുന്നു. റോങ് വേയിൽ തോന്നി. ചേട്ടാ ലെഫ്റ്റ്. ഓക്കെ ലെഫ്റ്റ് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ നമ്മൾ റോങ് വേയിലാണ് പോകുന്നതാണ് തോന്നുന്നത്. ഓക്കെ അയ്യേ നമ്മളെന്താ ചേട്ടാ, ഇത് റോങ് വേ അല്ലേ? മോനെ എനിക്കറിയാം, ഇന്നത്ര ട്രാഫിക്സ് ഒന്നും ഇല്ലല്ലോ. പോലീസാണ് അപ്പുറത്തെ സ്റ്റേഷൻ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ എന്നാൽ നമുക്ക് പോവാം. ഇതാണല്ലേ എൻ്റെ വീട്? ആ ചേട്ടാ ഇതാ എൻ്റെ വീട്. എന്നാൽ ഇവിടെ ഒന്ന് നിർത്തി തന്നാൽ മതി. ഓക്കെ ചേട്ടാ. ഓക്കെ മോനെ എന്നാൽ നാളെ കാണാം കേട്ടോ. ആ ചേട്ടാ നാളെ കാണാം. എന്തായാലും നമ്മളൊക്കെ വീട്ടിലെത്തി. ആ ചേട്ടൻ എവിടെ പോകുന്നുണ്ട്, കുറച്ച് ഇവിടെ ഓട്ടോ ഇട്ട് പോയതായിരുന്നു. ഓക്കെ ഇനി നമുക്ക് എന്തായാലും പോവാം ഗൈസ്. നമുക്ക് പോയി കിടന്നുറങ്ങാം ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഇന്ന് ആ ചേട്ടൻ്റെ ഓടി പോയപ്പോൾ. എന്നാലും നമ്മൾ രണ്ടാളിങ്ങനെ ഒരേ ഡ്രസ്സ് ഇട്ട്, അതാണ് എനിക്ക് തിരിയാത്തത്. നല്ല മോയെ. എന്നാലും നാളെയും കൂടി അവനെ കൊണ്ടാക്കാം. ഓക്കെ എന്നാൽ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകാമല്ലോ. എന്നാൽ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോവാം. നമ്മളെല്ലാം ഇത്ര പാവങ്ങളായിപ്പോയി. എന്തായാലും ആ ബുഗാട്ടിയെല്ലാം നമ്മളടുത്ത് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇതേതാ ലക്ഷറി കാർസല്ലോ. എന്നാലും നമുക്കിതൊന്നും കിട്ടിയില്ലല്ലോ. നമ്മളെ ഓട്ടോ ഇതാ മറിഞ്ഞിട്ട് വീഴുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നതാണ്. നമുക്ക് വീട്ടിലേക്ക് പോകണോ? എന്നാൽ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാം. എന്നാലും ആ ചെക്കൻ്റോട് ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. ഈ ഓട്ടോയിന് എവിടെ പാർക്ക് ചെയ്യും? ബാക്കിലേക്ക് പോകണ്ട, അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ എന്തായാലും ഇങ്ങോട്ടേക്ക് പോയിട്ട് തന്നെ പാർക്ക് ചെയ്യാം, നമ്മളെ വീട്ടിൻ്റെ അവിടെ തന്നെ. ഓക്കെ എന്നാൽ ഇവിടെ തന്നെ അങ്ങ് പാർക്ക് ചെയ്തിട്ടാലോ. ഓക്കെ നമുക്ക് ഇറങ്ങാം. നമുക്ക് കുറച്ച് ഡ്രസ്സെല്ലാം മാറ്റാം. ഇതായിരുന്നു അവൻ്റെ വീട്, നമുക്കിപ്പം തന്നെയാണ്. അവൻ പുതിയ വീട്ടിലെല്ലാം പോയി.
അങ്ങനെ അവൻ പോയി ഗൈസ്. ഓക്കെ, അവൻ പോയി. ഇതാണ് നമ്മുടെ ഫാന്. അത്ര സ്പീഡൊന്നുമില്ല. നമുക്ക് ഡ്രസ്സ് മാറ്റാം ഗൈസ്. ഡ്രസ്സ് അവരൊരു ചാനലിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവൻ ചാനലെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഓക്കെ ഓക്കെ ഇതിടാം. എന്തായാലും നമ്മൾ എങ്ങനെ പോയത് ട്വിൻസാണെന്ന് നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഹെയർ വേണ്ട. ഓക്കെ, എന്തായാലും നല്ലൊരു വീഡിയോ തന്നെ കിട്ടി. അവൻ്റെ കൂടെയുള്ള ആ ദിവസം ഒന്ന് പൊളിച്ചു. അലമാരയിൽ കുറേ ഡ്രസ്സുണ്ടല്ലോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല ആകർഷണം. എന്തായാലും നല്ല ദിവസം. ആരാ വിളിക്കുന്നുണ്ടല്ലോ? ആരാണത്? വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം വരെ കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഒരു ദിവസം എല്ലാം കഴിയുന്നത്. അവൻ്റെ വീട്ടിൽ നമുക്കൊന്ന് പോയോക്കാം. ഓക്കെ, നമ്മൾ തണുപ്പെല്ലാം മാറി, നമ്മൾ സൗണ്ടെല്ലാം തിരിച്ചു വന്നു. അവനൊരു യൂട്യൂബെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. നമ്മൾ മാറ്റുമ്പോൾ അവൻ്റെ ഡ്രസ്സ് മാറുന്നുണ്ട്. എങ്ങനെ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തന്നെയാണ് അവൻ്റെ വീട്. ഇങ്ങോട്ടാണ് സംശയം. അവനൊരു പുതിയ വീടെല്ലാം എടുത്ത് മാറി. ഓക്കെ, നമുക്കങ്ങനെ പോവാം അവൻ്റെ വീട്ടിലേക്ക്. ഈ എയർപോർട്ടെല്ലാം അവൻ്റെ ആണ്. എന്തായാലും നമുക്കെല്ലാം ഇങ്ങനത്തെ ഒരു ദിവസം വരും. അയ്യോ, അതാരാ? അവൻ പറയുന്നുണ്ടല്ലോ ഒരു റെഡ് ഗ്യാങ് റോൾസ് റോയ്സ് എല്ലാം അടിച്ച് മാറ്റി പോയിന്നല്ലോ. എന്തായാലും നമുക്ക് പോയേക്കാം. ഓക്കെ, നമുക്കങ്ങ് പോയേക്കാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ അവൻ്റെ വീടെത്തേനായി. അവൻ്റോട് ഇനി വിളിച്ച് ചോദിക്കണം. ഓക്കെ, എവിടെയാണ് അവൻ്റെ വീട്? ഇങ്ങോട്ടേക്ക് കുറച്ച് പാർക്കേജ് ഇടാം. ഓക്കെ, ഇതാരാ വന്നത്? ചേട്ടാ ചേട്ടാ വന്നോ? താങ്ക് യു ചേട്ടാ. ഒന്ന് ഇറക്കിത്തരാമോ? എന്നാലും പറയണ്ടല്ലോ. ഇറക്കി തരാമെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ചേട്ടാ അവിടെ ഉണ്ടല്ലോ. മോനെ വാ മോനെ, ഇറക്കി തരാം. ഓക്കെ, നമുക്കെന്നാ പോവാലോ മോനെ. ചേട്ടാ പോവാ ചേട്ടാ. ഓക്കെ, നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ഡ്രസ്സെല്ലാം വാങ്ങാൻ പോയായിരുന്നു. അയ്യോ, എന്താ ചേട്ടാ പറ്റിയത്? ഒന്നുമില്ല മോനെ, അത് ചെറുങ്ങനെ ഒന്ന് ആക്സിലേറ്റർ ഓടിപ്പോയതാ. ചേട്ടാ, നമുക്ക് സ്കൂളിലേക്ക് പോവാം ചേട്ടാ. ഓക്കെ, നമ്മളങ്ങനെ സ്കൂളിലേക്ക് എത്താനായി. ചേട്ടാ, ടയർ പഞ്ചറായിനോ? മോന് പഞ്ചറൊന്നും ആയിട്ടില്ലല്ലോ. ചേട്ടാ സോറി, എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ ഇറക്കി തരാം മോനെ. താങ്ക് യു ചേട്ടാ. പൈസ എല്ലാം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും സ്കൂളായി. ചേട്ട ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും മോൻ വന്നോ? എന്നാ കയറി മോനെ, പോവല്ലേ? ചേട്ടാ പോവാൻ ചേട്ടാ. ഓക്കെ നമ്മൾ പോകുന്നുണ്ട്. അയ്യോ ചേട്ടാ, ഒന്നുമില്ല മോനെ, റോങ് വേയിൽ കയറി വന്നേയാ. ഓനെയാണ് തീർക്കും ഗൈസ്, ഓനെയാണ് തീർത്തിരിക്കും. ഓക്കെ, ഓൻ തീർക്ക്. ഒളിച്ചോടി പോന്ന ഒളിച്ചിട്ട്. മോനെ നമുക്ക് പോവാൻ വന്നാല്. ഓക്കെ. അയ്യോ ബുഗാട്ടി. സോറി ചേട്ടാ, അറിയാണ്ട് കയറി വന്നപ്പോൾ ആയിപ്പോയതാണ്. ഓക്കെ, നമുക്ക് പോവാന്നാല്. എനിക്ക് ചെറുങ്ങനെ ഒരു തലവേദനയെല്ലാം ഉണ്ട്. നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ, നാളെ പോവാണ്. എന്താണ് ഈ ഓട്ടം ചിരിച്ചിട്ട് പോകുന്നത്?
എന്തായി ജലദോഷം മാറിയിട്ടില്ല. നമ്മളങ്ങനെ ഇവനെ വീട്ടിൽ ഇറക്കി കൊടുക്കാൻ പോകുന്നതാണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു ഇന്ന്. നല്ലൊരു രസവും എന്തെല്ലാം ആയിരുന്നു. കുഴപ്പമില്ല, ഇനിയും കുറേ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. മോനെ ഇതല്ല വീട്. ചേട്ടാ ഇതാ എൻ്റെ വീട്. എന്നാൽ ഇപ്പം പൈസ ഒന്നും വേണ്ട കേട്ടോ. എന്താ ചേട്ടാ പൈസ വേണ്ടാത്തത്? കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. നല്ലൊരു ചേട്ടൻ. എന്നാൽ നമുക്കൊന്നും കൂടി പോയിട്ട് കിടന്നുറങ്ങാം. നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പോവാം. നാളെ സ്കൂളിൽ പോകണ്ട, കൈയെല്ലാം ആകെ ഇങ്ങനെ ആയിപ്പോയി. തണുപ്പടിച്ചോ, എഫി അതിനെക്കാട്ടും വലുത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ നമുക്കങ്ങ് പോവാം. ഓക്കെ, കണ്ണാടിയെല്ലാം പൊട്ടിയിട്ട് ഓണം വരുന്നില്ല. ഓക്കെ, നമുക്ക് ഓൻ്റെ വീട്ടിലൊന്ന് പോയാലോ? അല്ലേ വേണ്ട. ആ ചേച്ചീനോട് ചോദിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, റെഡ് സ്ഥലം എവിടെയായിരുന്നു ചേച്ചി? ചേച്ചി പറഞ്ഞത് ആ റെഡ് ഗ്യാങ്ങിനെ ആരെങ്കിലും പിടിക്കാൻ പറ്റില്ല, അത് വലിയൊരു ഗ്യാങ്ങാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഓക്കെ ചേച്ചി, താങ്ക് യു. ഓക്കെ, അല്ല റെഡ് ഗ്യാങ് ഇവൻ ഇങ്ങനെ അറിഞ്ഞു? ഇവനെ റോൾസ് റോയ്സ് അടിച്ചു പറ്റിക്കൊണ്ട് ഇവൻ ആ റെഡ് ഗ്യാങ് തമ്മിൽ എന്തായിരിക്കും പ്രശ്നം അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, നമുക്കങ്ങ് പോവാം. നമുക്കന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാമല്ലോ. കയ്യല്ല പെട്രോൾ ഉണ്ടായില്ലേ? ഇതിൽ ഫുൾ ടാങ്കാ. ഓക്കെ, ഇങ്ങോട്ടായില്ലേ? ഇങ്ങോട്ട് തന്നെയായിരുന്നു. ഇവൻ്റെ സ്കൂളിൻ്റെ അടുത്താണിത് പെട്രോൾ ടാങ്ക്. വളക്ക് ഈ ഓട്ടോ എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ. എൻ്റെ ശബ്ദവും തിരിച്ച് വരുന്നില്ല. അയ്യോ, എന്താണ് ഈ ഓട്ടോൻ്റെ പ്രശ്നം? എന്നാലും നമുക്ക് ഇറങ്ങി ഒരു ഡ്രസ്സ് തന്നെ വാങ്ങിക്കാം. ഓക്കെ, എന്തായാലും ഡ്രസ്സ് വാങ്ങാം. ഡ്രസ്സ് വാങ്ങാൻ പോവാം. എന്തായാലും ഡ്രസ്സ് ഉണ്ടാവുമോ? ഈ കടയിൽ ഞാൻ വാങ്ങിയ നല്ല ഡ്രസ്സ് ഉണ്ടാവും ഞാൻ. ഓക്കെ, എന്താണ് കയറാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരു പുതിയ ഡ്രസ്സാണ് വന്നിട്ടുള്ളത്. നമ്മളടുത്ത് നേരത്തെ ഉള്ള ഒരു ഷർട്ടാണ്, പക്ഷെ അത് വൈറ്റ് ആണ്. ഏതാണ് ഓർമ്മയില്ല. എന്തായാലും ഓറില്ല, ഒരു ബ്രാൻഡാണ്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് തന്നെ. ഓക്കെ, അയ്യോ ഈ റോങ് കണ്ടോളം കയറി വരുന്നു. ഇവൻ്റെ വീട്ടിലേക്ക് പോകാമല്ലോ. എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് സംഭവം ചെയ്യണം. ഓക്കെ, ഓണം ഞാൻ ജിൻസാണെന്ന് ചോദിച്ചോ. ഓക്കെ, ആ ചേച്ചി പറഞ്ഞത് അറിയില്ല റെഡ് ഗ്യാങ്ങാണ് എടുത്ത് മാറ്റിയത്. പക്ഷേ ഇവൻ വേണമെങ്കിൽ ജിൻസാവും. ഓൻ്റെ അച്ഛൻ്റെ അമ്മയും പേരെന്ന് ചോദിച്ചോ. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ദുബായിലാണുള്ളത്. നമ്മളിങ്ങനെ ഐസാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് പോയിട്ട് ചോദിച്ചു നോക്കാം. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ചേട്ടാ 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 ഹായ് ചേട്ടാ, ചേട്ടൻ വന്നോ ചേട്ടാ? മോനെ, ഞാനിങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടു. ഞാനും ഓനും ഒരു ഡ്രസ്സ്. അതെങ്ങനെ? എനിക്കറിയില്ല. എന്തായാലും മേലെ ചെന്ന് നോക്കാം. അവൻ മേലെ ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതായിരുന്നു അവന് ജിമ്മിൻ്റെ സ്ഥലം. ചേട്ടാ ചേട്ടാ, ചേട്ടൻ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. മോനെ, ചേട്ടൻ വന്ന്. ഓക്കെ. എടാ, ഞാനും നീ
ട്വിൻസ് ആണോ അല്ലയോ? നിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ അമ്മേൻ്റെ പേര് രജീഷ്, എൻ്റെ അച്ഛൻ്റെ പേര് സമയ. അപ്പോലേ ഓ എൻ്റെ അങ്ങനെ തന്നെ. നമ്മൾ ട്വിൻസ് ആണോ എന്നൊരു സംശയം, അതാണ് ചോദിക്കാൻ വന്നത്. ഓക്കെ, മോൻ്റെ ഇതെല്ലാം നല്ല രസമുണ്ടല്ലോ. മോന് ബോഡിയെല്ലാം ഉണ്ടല്ലേ? എത്ര മാസങ്ങളായി ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്? കുറച്ച് ദിവസമായല്ലേ? ഓ ഇവിടെ കുടുങ്ങിപ്പോയാ? ഓ ഭാഗ്യം കുടുങ്ങിപ്പോയില്ലേ, അങ്ങനെല്ലാം ഇറങ്ങി. മോനിത് ഏത് വെയിറ്റാ മോനെ? ഇതിനങ്ങനെ പേരൊന്നുമില്ല ചേട്ടാ, ഇതെല്ലാം നല്ല റിച്ച് ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കുന്ന ഇതാണ്. ഓക്കെ ചേട്ടാ. ഓക്കെ മോനെ, എന്നാൽ ഞാൻ പോട്ടെ. ചേട്ടാ ഞാൻ പോയിക്കോ ചേട്ടാ. അപ്പുറത്തെ ആ ബിൽഡിംഗ് ഇല്ലേ, അവിടേക്കൊന്ന് പോയിക്കോ ചേട്ടാ, നല്ല രസമുണ്ടാവും കേട്ടോ. അതുപോലെ ഞാൻ പോകുന്നതാണ്. എന്തായാലും ഞാൻ അറിഞ്ഞു ഞാൻ ട്വിൻസാണോ അല്ലയോ. എന്തായാലും ഞാനും അവനെ ട്വിൻസായി. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. ഇല്ല രസമുണ്ടല്ലോ, ഇല്ല ആകാശം. ഇവിടുന്നെല്ലാം കാഴ്ചയാണ്, എന്ത് രസമാണ്. എന്തായാലും നല്ല രസമുണ്ട്. ഓ ആ ചെക്ക് നമുക്ക് കുറച്ച് ഗൺസെല്ലാം തന്നായിരുന്നു. എന്തായാലും അവൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്ബടിക്കണം. ഓക്കെ നമ്മൾ എന്താണ്? അയ്യോ എന്നെ കിഡ്നാപ്പ്